ജാതകം രചന ഐൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. അവൾ ഭൈരവനെയും ബലിരൂപിയുടെ പ്രതിമയിലേക്കും ഭയത്തോടെ നോക്കി. മനുഷ്യന്റെ അസ്ഥികൾ കൊണ്ടുണ്ടാക്കിയ ആ മണിയിൽ നിന്നുതിരുന്ന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ചെവിയിൽ എന്തോ വന്ന് മൂളുന്ന പോലെയാണ് തോന്നുന്നത്. ഭൈരവന്റെ തൊട്ടു മുമ്പിലുള്ള തളികയിൽ ഒരു വടിക്കഷ്ണം ഇരിക്കുന്നുണ്ട്. ആ വടിക്കഷ്ണത്തിന്റെ ഒപ്പം തന്നെ ഒരു പുരുഷന്റെ പ്രതിമയുടെ കുഞ്ഞു രൂപവും അതിൽ കറുപ്പും ചുവപ്പ് ഇടകലർന്ന നിറത്തിലുള്ള തുണികൾ കൊണ്ട് 3 കെട്ടും. അതിൽ നോക്കി പ്രാർത്ഥിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ഭൈരവൻ വടിയിലേക്കും പ്രതിമയിലേക്കും കറുത്ത നിറത്തിലുള്ള ഒരു പൊടി ഊതി വിടുന്നുണ്ട്. ആ പൊടി പാറുമ്പോൾ വല്ലാത്തൊരു രൂക്ഷഗന്ധം അന്തരീക്ഷത്തിൽ പരക്കുന്നു. അച്ഛൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് വൈദേഹിക്ക് മനസ്സിലായി. ഒന്നും ശബ്ദിക്കാനാവാതെ അവൾ പേടിയോടെ അവിടുന്ന് പോയി. ദേഷ്യം വന്നാൽ പിന്നെ ഭൈരവനെ പിടിച്ചാൽ കിട്ടില്ല. ഉഗ്ര ശബ്ദത്തോടെ മണിയൊന്ന് ആഞ്ഞടിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് ഭൈരവൻ ഉച്ചത്തിലൊന്ന് മൂളി. കണ്ണുകൾ തുറപ്പിച്ചുള്ള അച്ഛനെ നിൽപ്പ് കണ്ടപ്പോൾ വൈദേഹി പേടിയോടെ അയാളുടെ അരികിലേക്ക് ചെന്നു. അച്ഛാ വേണ്ട. വിയർത്തുളിച്ച് നിൽക്കുന്ന അയാളുടെ കൈത്തണ്ടയിൽ വൈദേഹി പിടിച്ചു. കൈവിട് വൈദേഹി. അയാൾ അവിടെ കൈ തട്ടി മാറ്റി പുരുഷ പ്രതിമയുടെ മേലുള്ള 3 കെട്ടുകൾ എന്തോ ഒരു വിടുന്നതിനൊപ്പം അഴിച്ചു മാറ്റി. അച്ഛാ വേണ്ട, അച്ഛാ വേണ്ട. വൈദേഹി ഭയത്തോടെ ഉറക്കെ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് ഭൈരവനോട് പറഞ്ഞു. ഭൈരവനൊന്നും ശ്രദ്ധിക്കാതെ പ്രതിമയുടെ അടുത്തുള്ള വടിക്കഷ്ണം എടുത്ത് വളച്ചു പിടിച്ചു. അതൊടിയാൻ നന്നായി ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് വൈദേഹിക്ക് മനസ്സിലായി. ഭൈരവൻ സകല ശക്തി ഉപയോഗിച്ച് അതൊടിക്കാനായി ശ്രമിച്ചുകൊണ്ടിരുന്നു. അതെങ്ങാനും ഒടിഞ്ഞാൽ ആ ഓർമ്മയിൽ തന്നെ വൈദേഹി നടുങ്ങി. ആൾ വേഗം ഭൈരവന്റെ കാലിലേക്ക് വീണു. അച്ഛാ ചെയ്യരുത്, എന്റെ ജീവനാ സിദ്ധു. അവനിപ്പോ ചെയ്ത് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അവന് കല്യാണം കഴിക്കുമ്പോഴൊക്കെ ഞാൻ ഒരുമിച്ച് കൊടുത്തോളാം. പക്ഷെ അച്ഛനിത് ചെയ്യരുത്. നീ മാറു വൈദേഹി. എന്റെ മകളെ വേദനിപ്പിച്ച അവനെ വെറുതെ വിടാനോ? നിനക്ക് ചേരുന്ന നല്ലൊരു പുരുഷനെ ഞാൻ കണ്ടെത്തി തരും. എന്റെ ബലിരൂപിയുടെ കുഞ്ഞാ നീ. നാളത്തെ നമ്മുടെ ലോകത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി ബലിരൂപിക്കായി ഞാൻ ഒഴിഞ്ഞു വെച്ചവൾ. ആ നിന്നെ അവൻ ഉപദ്രവിച്ച് ഇത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല വൈദേഹി. നാളെ നേരം പുലരുന്ന അവൻ കാണില്ല. ഇന്ന് അർദ്ധരാത്രിയോടെ അവന്റെ ജീവൻ അവന്റെ ദേഹം വിട്ട് പറന്നുയരും. അവന്റെ ഭാര്യയുടെ നെറുകയിലെ ചുവപ്പ് എന്നുകൂടെ കാണുകയുള്ളൂ. അവൾക്ക് വേണ്ടിയല്ലേ അവൻ നിന്നെ ഉപദ്രവിക്കാമെന്ന്. അവള് നെഞ്ചുമുട്ടിക്കറിയുന്ന അവന്റെ ആത്മാവ് കാണും. ഇല്ലെങ്കിൽ കാണിക്കും ഞാൻ. ഭൈരവനൊരു കാരണവശാലും ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് പിന്മാറാൻ പോകുന്നില്ലെന്ന് വൈദേഹിക്ക് മനസ്സിലായി. അവൾ ഉറച്ച നോട്ടത്തോടെ ഭൈരവനെ നോക്കി. ഇല്ല അച്ഛാ, അവൻ ജീവനോടില്ലെങ്കിൽ ഞാൻ ഒരു നിമിഷം പോലും ജീവിക്കില്ല. നാളത്തെ പുലർച്ചെ അവൻ കാണുന്നില്ലെങ്കിൽ ഒപ്പം ഞാനും കാണില്ല. അവനൊപ്പം തന്നെ ഈ ലോകം ഞാനും വിടും. ഭൈരവൻ ഉറക്കെ അലറി. എന്തൊക്കെയാണ് നീ പറയുന്നത്? നിനക്ക് വല്ല ബോധമുണ്ടോ? ഉണ്ട്, നല്ല ബോധമുണ്ട്. അവനുള്ള പണി ഞാൻ കൊടുത്തോളാം. വേണ്ടി വന്ന് അവനെ കൊല്ലാനും ഞാൻ മടിക്കില്ല. പക്ഷെ ഇപ്പൊ അച്ഛൻ അവനെ വെറുതെ വിടണം. എനിക്ക് ഉറപ്പായിട്ട് ഞാൻ മരണമായിരിക്കും. മകൾ ഉറപ്പോടെ പറയുന്ന കണ്ടപ്പോൾ ഭൈരവനൊന്ന് അയഞ്ഞു. അവൾ പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുമെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ വൈദേഹി, ഇത് ഇവിടം വരെ കൊണ്ടെത്തിച്ചിട്ടൊന്നും ചെയ്യാതിരുന്ന ബലിരൂപിയുടെ കോപം നമ്മുടെ നിൽക്കാവും. അതിനവന്റെ ജീവൻ കളയാത്ത വിധത്തിൽ എന്തെങ്കിലും പരിഹാരം ചെയ്തേ മതിയാവൂ. ഭൈരവൻ പറഞ്ഞപ്പോൾ വൈദേഹി ഒന്ന് ആലോചിച്ചു. അച്ഛൻ പറയുന്നത് ശരിയാണ്. എന്നാൽ അവന്റെ ജീവൻ കളയാത്ത വിധത്തിൽ അച്ഛൻ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. വൈദേഹി പറഞ്ഞു കേട്ടോ. ഭൈരവൻ കണ്ണുകളടച്ച് കയ്യിലിരുന്ന വടി ശക്തമായി ഒടിച്ചിട്ടു. പിന്നെ അല്പനേരം കണ്ണുകളടച്ച് നിന്നു. അച്ഛൻ എന്താണ് പറയുന്നതെന്നറിയാൻ വൈദേഹി അയാളെ ആകാംക്ഷയോടെ നോക്കി. കുറച്ച് നിമിഷങ്ങൾക്കകം ഭൈരവൻ തന്റെ കണ്ണുകൾ തുറന്നു. ഇന്നേക്ക് 90-ാം നാൾ. അതിനുള്ളിൽ അവൻ വീഴും. പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ പോലും കഴിയാത്ത വിധം അവൻ വീഴും. ഭൈരവൻ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു. ഇത് കുഴപ്പമില്ല, അല്ലെങ്കിൽ അവനൊന്ന് വീഴണം. വൈദേഹി ഒന്ന് പുഞ്ചിരിച്ചു. എന്റെ കാലി അടങ്ങിയിട്ടില്ല വൈദേഹി. അവനെ കൊല്ലാനുള്ള ദേഷ്യം എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും നിനക്ക് വേണ്ടി ഞാൻ ഒതുങ്ങുക. ഭൈരവൻ വൈദേഹിയുടെ തലയിൽ വാത്സല്യത്തോടെ തലോടിക്കൊണ്ട് പറഞ്ഞു. സാരല്ല, നല്ലൊരു കാര്യത്തിന് വേണ്ടിയാ ഞാൻ ഇത്രയും തല്ലുകൊണ്ടത്. അത് ഞാൻ ബലിരൂപിക്ക് വേണ്ടി സഹിച്ചു. അതിന്റെ പുണ്യം ബലിരൂപി എനിക്ക് തരും. പക്ഷെ അവനോട് ഞാൻ ക്ഷമിക്കില്ല. ഈ ചെയ്തതിന് അവൻ എന്റെ കയ്യിൽ നിന്ന് തന്നെ തീർച്ചയായും കിട്ടിയിരിക്കും. വൈദേഹി പകയോടെ പറഞ്ഞു. അവളുടെ ആ പറച്ചിൽ കണ്ടപ്പോൾ ഭൈരവന് അഭിമാനം തോന്നി. അവൾ വളർത്തിയിൽ തനിക്ക് പിഴച്ചിട്ടില്ല. മിടുക്കിയായിട്ട് തന്നെയാണ് അവൾ വളർന്നിരിക്കുന്നത്. മിടുക്കി. അയാൾ ഒന്നുകൂടെ അവൾ അഭിനന്ദിച്ചു. പൂജാമുറിയൊക്കെ ഭദ്രമായി അടച്ചുപൂട്ടി മുറിയിലേക്ക് വന്നപ്പോഴാണ് നിർത്താതെ ഫോൺ ബെല്ലടിക്കുന്ന വൈദേഹി കേട്ടത്. കിട്ടിയ അടി കാരണം കാഴ്ചകളൊക്കെ ഇപ്പോൾ 2 എണ്ണമായിട്ടൊക്കെയാണ് തോന്നുന്നത്. അവൾ ഫോൺ എടുത്ത് നോക്കി. ജീവനാണ്. ഇനി ഈ വട്ടിന് എന്താണാവോ എന്നോർത്തുകൊണ്ട് അവൾ ഫോൺ എടുത്തു. വൈദേഹി, നീ ഇത് എവിടെയാ? എത്ര നേരം നിന്നെ കാത്ത് ഞാൻ പുറത്തേക്കുന്നു. നീ പോകുന്നില്ല ഇതുവരെ? നല്ല ദേഷ്യത്തിലാണ് ജീവന്റെ ചോദ്യം. വൈദേഹിക്ക് അപ്പോഴാണ് ആ കാര്യം ഓർമ്മ വന്ന് തന്നെ. അവൾ നഖം കടിച്ച് നിന്നുപോയി.
ഇനിയിപ്പോൾ ഈ പൊട്ടനോട് എന്ത് പറയും? ഉള്ള കാര്യം അവനോട് പറഞ്ഞാൽ ശരിയാവില്ല. മേഘയുടെ ഗർഭം കലക്കിയിട്ട് നിനക്കെന്ന കാര്യം തിരിച്ചു ചോദിച്ചാൽ എന്ത് മറുപടി പറയും? ഇപ്പോഴും താൻ സിദ്ധാർത്ഥിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അവനോട് താനിപ്പോൾ കാണിക്കുന്ന സ്നേഹം കള്ളാണെന്ന് അവൻ മനസ്സിലാക്കും. ജീവൻ ഉറപ്പായും തന്നെ ഉപേക്ഷിച്ചു പോകും. അല്ലെങ്കിൽ അവനെ കാര്യം കഴിഞ്ഞാൽ തൂത്തെറിയാനുള്ളതാ. പക്ഷെ ഇത്ര പെട്ടെന്ന് അവനെ ഒഴിവാക്കിയ താൻ വിചാരിച്ച കാര്യം നടക്കില്ല. പണ്ടാരം കാര്യമായിട്ട് അടിയിട്ടാണെന്ന് തോന്നുന്നു. നുണയൊന്നും നാവില് വരുന്നില്ല. നീ പോയോ വൈദേഹി? ആളുടെ മറുപടിയൊന്നും കേൾക്കാതായപ്പോൾ ജീവൻ ഉറക്കെ ചോദിച്ചു. ഉടനെ വൈദേഹി ഒരൊറ്റ പൊട്ടിക്കരച്ചിലായിരുന്നു. ഞാൻ വരാൻ വേണ്ടി ഒരുങ്ങിയെന്നായിരുന്നു ജീവ. പെട്ടെന്ന് സാരിയാണ് ഞാൻ വീഴാൻ പോയി. നേരെ കട്ടിലിൽ ചെന്ന മുഖടിച്ച് മൂക്കൊക്കെ പൊട്ടി കുറെ രക്തം വന്നു. ഇപ്പൊ മുഖാകെ ചീർത്തിരിക്കുക. തല കറങ്ങുന്നുണ്ട്. ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ അങ്ങോട്ട് വരും? വൈദേഹി പറഞ്ഞിട്ട് ജീവനായ നിരാശ തോന്നി. ആൾ വരുമ്പോൾ നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. ഓ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ 5 മീറ്റർ സാധനം വാരി ചുറ്റി നടക്കരുതെന്ന്. മനുഷ്യൊന്ന് അഴിച്ചെടുക്കാൻ പോലും ഒന്ന് പാടാണെന്നറിയോ? നീ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് വാ, തലർക്കൊക്കെ ഞാൻ മാറ്റി തരാം. ചിരിയോടെ ജീവൻ പറഞ്ഞു. വൈദേഹിക്ക് അവന്റെ വർത്തമാനം കേട്ടാകെ ദേഷ്യം കയറി. താനിവിടെ വേദന എടുത്ത് പൊളയുകയാണ്. അതിനിടയിലാ അവന്റെ വൃത്തിയായിട്ട ശൃംഗാരം. ജീവ, ഞാൻ നിനക്കൊരു ഫോട്ടോ അയച്ചുതരാം. അപ്പൊ നിനക്ക് എന്റെ അവസ്ഥ ശരിക്കും മനസ്സിലാവും. നല്ല മുറിവ് പറ്റിയിട്ടുണ്ട്. അത് പറഞ്ഞ് വൈദേഹി ഫോൺ കട്ട് ചെയ്ത് തന്റെ മുഖത്തിന്റെ ഒരു ഫോട്ടോ എടുത്ത് ജീവൻ അയച്ചു കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ജീവൻ തിരിച്ചു വിളിച്ചു. വൈദേഹി, നീ അവിടെ നിൽക്ക്, ഞാൻ വരുന്നു, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എന്നാൽ ഇതെങ്ങനെ പറ്റിയതാടി? ശ്രദ്ധിക്കണേ മോളെ. കട്ടിൽ തലയിടിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത്രയും കൂടി വിചാരിച്ചില്ല ഞാൻ. ജീവൻ വെപ്രാളം കൂട്ടിയപ്പോൾ വൈദേഹിക്ക് പിന്നെയും ഭയം തോന്നി. ഹോസ്പിറ്റലിൽ പോയ ഡോക്ടറെ കാര്യം മനസ്സിലാവും. പിന്നെയും കിടന്നുള്ളിയ ജീവനെ എന്തൊക്കെയോ പറഞ്ഞ് വൈദേഹി അടക്കി. നാളെ കുറവുണ്ടെങ്കിൽ കല്യാണത്തിന് വരാമെന്ന് പറഞ്ഞ് ആൾ വേഗം ഫോൺ കിട്ടിയത്. കല്യാണ വീട്ടിൽ തിരക്കിലായതുകൊണ്ട് ജീവനെ തിരിച്ചു വിളിക്കാനും നിന്നില്ല. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അവനോട് വിവരം പറഞ്ഞു വെക്കാന്ന്. ഇപ്പൊ കണ്ടോ, അറിഞ്ഞ കാര്യം മറച്ചു വെച്ച് അവന്റെ മുമ്പിൽ നമ്മളും കുറ്റക്കാരായി. വൈദേഹിയുടെ വീട്ടിൽ നിന്ന് വന്ന പരമേശ്വരൻ രേണുകയോട് ദേഷ്യപ്പെടിയായിരുന്നു. ഞാൻ വിചാരിച്ചോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആവുമെന്ന്. രേണുക കരഞ്ഞുകൊണ്ട് മൂക്ക് വലിച്ചു. ഇനിയിപ്പോ കിടന്ന് കരഞ്ഞിട്ടെന്തിനാ? മോളെയും കൂട്ടി കല്യാണ വീട്ടിൽ പോയിട്ട് വരാം. ചെന്നില്ലെങ്കിൽ മോശമല്ലേ, നമ്മള് ബന്ധുക്കളല്ലേ. പരമേശ്വരൻ തന്നെ മുണ്ടും ഷർട്ടും തിരഞ്ഞെടുക്കുന്നതിനിടെ രേണുകയോട് പറഞ്ഞു. ജനലിന് പുറത്തുള്ള വലിയ ബാൽക്കണിൽ കൈയൂന്നി പുറത്തേക്ക് നോക്കി നിൽക്കുന്നതിന്റെ അരികിലേക്ക് പോകാൻ മേഘയ്ക്ക് ചെറിയൊരു ഭയം തോന്നി. സാധാരണ സൗമ്യനും ശാന്തനുമായ സിദ്ധാർത്ഥിനെ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ടാണ് ഇങ്ങനെ രൂപത്തിൽ കാണുന്നത്. കുറച്ചേറെ റൂമിൽ തട്ടിമുട്ടിയെന്ന് അവൾ സിദ്ധാർത്ഥിന്റെ അരികിലേക്ക് ചെന്നു. സിദ്ധേട്ടാ? അവന്റെ പുറകിൽ ചെന്ന് ഇന്ന് തോളിൽ കൈവച്ചപ്പോഴേക്കും സിദ്ധാർത്ഥ് പെട്ടെന്ന് തിരിഞ്ഞ് ആൾ തന്നെ നെഞ്ചോട് അടക്കി പിടിച്ചു. കഴുത്തിലും കവിളിലും കണ്ണുകളിലും ഒക്കെ ഭ്രാന്തമായി ചുംബിച്ചുകൊണ്ടിരുന്നു. സോറി മേഘ, സോറി. മേഘ പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിലാകെ പരിഭ്രമിച്ചു പോയി. സിദ്ധുട്ട് എന്താ ഇത്? സിദ്ധുട്ട് എന്തിനാ എന്നോട് സോറി അറിയുന്നു? അവളുടെ സ്വഭാവമൊക്കെ അറിഞ്ഞിരുന്നുണ്ടോ? ഞാനും ശ്രദ്ധിക്കണമായിരുന്നു. ഇതിപ്പോ 2ാം തവണയാ. മേഘ തന്റെ കൈക്കുമ്പിളിൽ സിദ്ധാർത്ഥിന്റെ മുഖമെടുത്തു. കരഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. അവന്റെ കണ്ണുകളാകെ ചുവന്ന് കിടപ്പുണ്ട്. അവർക്ക് ഭ്രാന്തികരി ഓരോന്നും ചെയ്യുന്നതിന് സിദ്ധുട്ട് ഇങ്ങനെ കിടന്ന് വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ശരിക്കും ഞാനായിരുന്നു ശ്രദ്ധിക്കേണ്ടിയിരുന്നു. ഇനിയിപ്പോ പോട്ടെ, കഴിഞ്ഞു. ഇനി ഞാൻ നോക്കിക്കോളാം. സിദ്ധുട്ട് ഇനി ഇതിന്റെ പേരും പറഞ്ഞ് വിഷമിക്കരുത്. അവന് 2 കണിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് മേഘ പറഞ്ഞു. എന്നാ ഞാനൊരു കാര്യം പറഞ്ഞാൽ കേൾക്കോ? മേഘയുടെ തോളിൽ മുഖം അമർത്തിക്കൊണ്ടവൻ ചോദിച്ചു. എന്താ സിദ്ധുട്ടാ? എന്നാലും പറഞ്ഞോ. നമുക്കിവിടുന്ന് ചെന്നൈക്ക് പോവാം. കുറച്ചുകൾ നമുക്ക് അവിടെ നിൽക്കാം. അസ്നത്തോടെ ഞാൻ സംസാരിച്ചോളാം. എങ്ങനെയെങ്കിലും ഒരാളെ കണ്ടുപിടിച്ച് പോകാൻ ഷോപ്പിൽ വെക്കാം. എനിക്കെന്തായാലും ഇനി നിന്നോട് നിർത്തുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ല മേഘ. അച്ഛൻ അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കുന്നവരെ നമുക്ക് അവിടെ നിൽക്കാം. സിദ്ധാർത്ഥ് വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലാണെന്ന് മേഘക്ക് മനസ്സിലായി. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ആശ്വസിപ്പിച്ചാലും തന്റെ ഉള്ളിലും ചെറിയൊരു ഭയം കൂടുകൂട്ടിയിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് അവന്റെ കൈത്തിളങ്ങളിൽ ഒതുങ്ങി മേഘ നിന്നു. സിദ്ധുവേട്ടാ, ഞാൻ എന്തായാലും അസ്നത്തോടും സംസാരിച്ച് നോക്കട്ടെ. എന്നിട്ട് നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അവനെ നിരാശപ്പെടുത്താത്ത വിധത്തിൽ മേഘ മറുപടി പറഞ്ഞു. എന്നാൽ അവൾ എന്തായാലും കൊണ്ടുപോകുമെന്ന വിചാരത്തോടെ സിദ്ധാർത്ഥ് അതിനൊന്ന് മൂളുകയും ചെയ്തു. അത്രയും പ്രശ്നങ്ങളൊക്കെ നടന്ന കാരണം കല്യാണ വീട്ടിൽ പോകാൻ തീരെ ഉത്സാഹം ഉണ്ടായിരുന്നില്ല മേഘയ്ക്ക്. പക്ഷെ പോയില്ലെങ്കിൽ അമ്മയും അച്ഛനും കാരണം അന്വേഷിക്കും. നുണ പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവൾ പോകാനിറങ്ങി. തറവാട്ടമ്മയെ സുജാതയെ ഏൽപ്പിച്ച് കൂടെ രേണുകയും പരമേശ്വരനും സിദ്ധാർത്ഥും. സിദ്ധാർത്ഥിനോട് സംസാരിക്കാൻ രേണുക്കും പരമേശ്വരനും വല്ലാത്ത വിഷമം തോന്നി. ഡ്രൈവിംഗ് സീറ്റിലിരുന്നിരുന്ന അവരവരോടൊന്നും മിണ്ടിയില്ല. മേഘ രേണുകയോട് പതിയൊന്നുമില്ല നടത്തിൽ കണ്ണടച്ച് കാണിച്ചു. ഒരു കണ്ണും ചെവിയും തറവാട്ടിലേക്ക് തുറന്നു വെച്ചിരുന്ന വൈദ്യയും കണ്ടിരുന്നു. എല്ലാവരും കൂടെ കല്യാണ വീട്ടിലേക്ക് പോകുന്നു. പകയുണ്ട് സ്വയം ഇരുന്ന് ഓരോന്ന് പറഞ്ഞ് വൈദ്യയെ തന്റെ ദേഷ്യം തീർത്തു. കല്യാണ വീട്ടിൽ അധികം ആളും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. മേഘയും കൂട്ടരും ചെല്ലുമ്പോൾ ചെറുക്കന്റെ വീട്ടിൽ നിന്നും പുടവയുമായി കുറച്ച് ബന്ധുക്കൾ വന്നിരുന്ന സമയമായിരുന്നു. കാറിൽ വന്നിറങ്ങുന്ന മേഘയെ ജീവൻ അകലെ നിന്നേ കണ്ടിരുന്നു. ഒഴുകിക്കിടക്കുന്ന ഇളം വയലറ്റ് നിറത്തുള്ള സാരിയിൽ കണ്ട മേഘയെ അവൻ ഉറ്റുനോക്കി നിന്നു. അവളെ കാണുമ്പോൾ തന്റെ ഉള്ളിൽ പൊട്ടിവിടരാറുള്ള നഷ്ടബോധം അപ്പോഴും മുളവൊട്ടുന്ന ജീവൻ അറിയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആദ്യത്തേതുപോലെയല്ല, കുറച്ച് തടിയൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് നിറവും കൂടിയെന്ന് തോന്നുന്നു. ഒന്ന് കൈ കിട്ടിയിരുന്നെങ്കിൽ. ജീവനൊന്ന് ചുണ്ടുകടിച്ചു.
സിദ്ധാർത്ഥിന്റെ കൈയും പിടിച്ചാൾ വരുന്ന കണ്ടപ്പോൾ ജീവന് വല്ലാത്ത അമർഷമാണ് തോന്നിയത്. ജീവന്റെ ഉള്ളിലെ കുറുക്കൻ പതിയുണർന്നു. പറ്റിയ അവസരമാണ്. അവൻ നേരെ അവരുടെ അടുത്തേക്ക് ചെന്നു. ആ നല്ല ആൾക്കാരാ, ഇപ്പോഴാണ് വരുന്നത്. ജീവൻ അവരുടെ അടുത്തേക്ക് ചെന്ന് ചിരിയോടെ പറഞ്ഞു. പരമേശ്വരൻ രേണുക അവൻ നോക്കി ചിരിച്ചെങ്കിലും മേഘ ഇങ്ങോട്ടോ മുഖം തിരിച്ചു. സിദ്ധാർത്ഥാണെങ്കിൽ അവനോട് ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും മേഘ മുമ്പ് പറഞ്ഞ കാര്യോർത്തി ചിരി വന്നവുമില്ല. അതുപോലെ ഇറങ്ങാൻ നേരത്തെ കുറച്ച് തിരക്കുകള്. പരമേശ്വരൻ അതും പറഞ്ഞ് മുന്നിൽ നടന്നുപോയി. പിറകെ രേണുകയും. കയ്യിൽ ജിനിയുടെ ഗിഫ്റ്റ് ബോക്സും പിടിച്ച് മേഘ അവരുടെ പുറകെ കടന്ന വഴി തന്നെ ജീവൻ അവളുടെ കയ്യിലേക്ക് കയറി പിടിച്ചു. ജിനിയുടെ കല്യാണമായിട്ട് നീ ഇപ്പോഴാണോ മേഘ വരുന്നത്? 2 ദിവസം മുമ്പ് നീ ഇവിടെ നിൽക്കേണ്ടല്ലേ? കല്യാണവും വരുന്ന കഴിഞ്ഞിട്ട് നീ പോയാൽ മതി. കാണുന്നവർക്ക് ഒരു കസിന്റെ സ്നേഹാന്വേഷണമാണെങ്കിൽ ജീവൻ തന്റെ കയ്യിൽ ആകപ്പാടെ എന്ന് ഒഴിയുന്നത് മേഘ അറിയുന്നുണ്ടായിരുന്നു. അവളുടെ ദേഹമാകെ തരിച്ചു കയറി. കയ്യിൽ നിന്ന് പട്ടി. ചുറ്റും ആൾക്കാരും ബഹളമൊന്നും ശ്രദ്ധിക്കാതെ മേഘ ചെയ്തു. മേഘയുടെ മുമ്പിലായി നടന്നിരുന്ന സിദ്ധാർത്ഥ അവളുടെ ശബ്ദം കേട്ടാണ് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ജീവൻ കൈവിടുന്നു, മേഘ കൈ കുടയുന്നുമാണ്. സിദ്ധാർത്ഥിന് കാര്യം മനസ്സിലായി. ജീവൻ ചുറ്റും എളിപ്യതയോടെ നോക്കി. പുറത്ത് രാഘവന്റെയും ജീവന്റെയും കൂട്ടുകാരും ബന്ധുക്കളുമായ കുറച്ച് ആണുങ്ങളേ ഉള്ളൂ. അവരൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലർ ശബ്ദം കേട്ട് നോക്കിയെങ്കിലും ആർക്കൊന്നും മനസ്സിലായില്ല. ആരൊന്നും കേട്ടില്ലെന്ന് മനസ്സിലാക്കിയ ജീവൻ ആശ്വാസത്തോടെ തിരിഞ്ഞപ്പോൾ കണ്ടത് കൈയും കെട്ടി നിൽക്കുന്ന സിദ്ധാർത്ഥിനെയാണ്. ജീവന്റെ ഉള്ളൊന്ന് പിടഞ്ഞു. മേഘ വാ. മേഘ പിന്നെയും ജീവൻ എന്തോ ചീത്ത വിളിക്കാൻ പോയപ്പോൾ സിദ്ധാർത്ഥ അവൾ വിളിച്ചു. ജീവനൊന്ന് രൂക്ഷമായി നോക്കിയ ശേഷം മേഘ സിദ്ധാർത്ഥിന്റെ അരികിലേക്ക് ചെന്നു. സിദ്ധുവേട്ട അവൻ പോട്ടെ, സാറില്ല. ബഹളം വെക്കേണ്ട, കല്യാണം വിടാ, അവർക്കൊരു മോശം ഉണ്ടാക്കേണ്ട. ദേഷ്യപ്പെട്ട് വരികയായിരുന്ന മേഘ സിദ്ധാർത്ഥ ഒരുവിധ അടക്കി അകത്തേക്ക് വിട്ടു. കൂടെ അവനും ചെന്നു. ജിനിയോടും മേഘയുടെ അനിയത്തിയോടും അമ്മയോടും ഒക്കെ സംസാരിച്ച ശേഷം അവൻ കുറച്ച് നീങ്ങി നിന്നു. മേഘയെ നോക്കിയപ്പോൾ അവൾ ഗിഫ്റ്റ് കൊടുക്കുന്ന തിരക്കിലാണ്. അരികിൽ രേണുകയുമുണ്ട്. ഗിഫ്റ്റ് കണ്ട് ജിനി അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു തുടങ്ങിയപ്പോൾ മേഘ എന്തൊക്കെയോ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ചെറുക്കന്റെ വീട്ടിൽ നിന്ന് വന്ന ബന്ധുക്കളും ഇവിടെയുള്ള ബന്ധുക്കളൊക്കെയായി ആകെപ്പാടെ എല്ലാവരും പരിചയപ്പെടുന്ന ബഹളമൊക്കെ ആയപ്പോൾ സിദ്ധാർത്ഥ് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. പറമ്പിന്റെ ഒരു മൂലയിൽ വെള്ളം എടുക്കാനായുള്ള ചെറിയ ടാങ്കിലേക്ക് ഓസിടുകയോ മറ്റോ ആണ് ജീവൻ. സിദ്ധാർത്ഥ് നേരെ ജീവന്റെ അടുത്തേക്ക് ചെന്നു. അളി എന്തെടുക്കോ? തൊട്ടുപുറകിൽ നിന്ന് സിദ്ധാർത്ഥിന്റെ ശബ്ദം കേട്ടപ്പോൾ ജീവനും ഞെട്ടി. അത് പിന്നെ ഞാൻ ഈ പൈപ്പ് കൈയുള്ള ഓസ് ഉയർത്തിക്കാണ് ജീവൻ പറഞ്ഞു. ഞാനെന്തെങ്കിലും സഹായം ചെയ്തിരുന്നോ അളിയാ? സിദ്ധാർത്ഥ് സ്നേഹത്തോടെ ചോദിച്ചു. അയ്യോ വേണ്ട, ഇത് കഴിഞ്ഞു. സിദ്ധാർത്ഥിന്റെ സംസാരം കേട്ടപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ചെറിയ പകപ്പ് കൊണ്ട് ജീവനിൽ നിന്ന് മാറിക്കിട്ടി. നേരത്തെ ഉണ്ടായ സംഭവം അവൻ കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ അവന്റെ പ്രതികരണം ഇങ്ങനെയായിരിക്കില്ലല്ലോ. ആ പൊട്ടി മേഘ ഇതൊന്നും എന്തായാലും അവനോട് പറയാനും പോകുന്നില്ല. എത്രയായാലും ആണുങ്ങളല്ലേ. താൻ തന്നെ ആവണിയെ പണ്ടത്തെ കാമുകിന്റെ കാര്യം പറഞ്ഞ് എന്തോരോ ഉപദ്രവിക്കുന്നു. അതുപോലെ തന്നെ ആയിരിക്കില്ലേ ഇവനും. ജീവനുള്ളിൽ ചിരി പൊട്ടി. അറിയോ എന്താലോചിച്ചോ? ഞാൻ പറഞ്ഞു കേട്ടില്ലേ? ആ എന്താ ചോദിച്ചേ? സ്വപ്നം കണ്ടു നിൽക്കുന്നതിനിടയിൽ ജീവൻ സിദ്ധാർത്ഥ പറഞ്ഞാൽ ശരിക്കും കേട്ടില്ലായിരുന്നു. അല്ലളിയാ, ഈ 2 എണ്ണം അടിക്കാൻ പറ്റിയ സ്ഥലം എവിടെയാ? നമുക്ക് അങ്ങോട്ട് നീങ്ങിയാലോ? സിദ്ധാർത്ഥ് കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് ജീവനോട് പറഞ്ഞപ്പോൾ ജീവൻ വിടുന്നതും ചിരിച്ചു. ആ അളിയും കുടിക്കോ? പിന്നെ കുടിക്കാതെ ഞാൻ കുടിക്കും, പക്ഷെ ആരും ഇതുവരെ അറിഞ്ഞില്ലെന്ന് മാത്രം. ഇങ്ങനെ രഹസ്യമായിട്ട്. ജീവന്റെ ഉള്ളിൽ 1000 ലഡു ഒരുമിച്ച് പൊട്ടി. ഇവനെ ഒന്ന് കുടിപ്പിച്ച് കിടത്തണം. എന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നാണം കെടുത്തണം. അതിനെന്താ ഇങ്ങോട്ടോ, ആ മൂലയില്ല. അവിടെ കുപ്പിയും ഗ്ലാസ്സൊക്കെ റെഡിയാ. എന്റെ കൂട്ടുകാരൊക്കെ അവിടെ കൂടിയിട്ടുണ്ട്. ജീവൻ സിദ്ധാർത്ഥിനെ സ്നേഹത്തോടെ വിളിച്ചു. ഓ അത് ജീവ, അങ്ങോട്ടേക്ക് എങ്ങനെയാ പോവാ? എല്ലാവരും അറിയുന്ന ആൾക്കാരല്ലേ. ഇനിയിപ്പോ ഞാനെങ്ങാനും മദ്യപിക്കുന്ന കണ്ട് അവരാരെങ്കിലും വീട്ടിലെങ്ങാനും ചെന്ന് പറഞ്ഞു കൊടുത്താലോ? പേടിയൊന്നും ഉണ്ടായിട്ടല്ല, എന്നാൽ ഇത്ര നാളെ എനിക്ക് വീട്ടിൽ നല്ല ഇമേജ് ആയിരുന്നല്ലോ. ഇനി അതിന് വെറുതെ ഒരു തട്ടുകേട് വരുത്തണ്ട. മേഘ അറിഞ്ഞാൽ വല്ലാതെ വിഷമിക്കും, പിന്നെ നാട്ടുകാർ അറിഞ്ഞാൽ മോശം തന്നെയാ. സിദ്ധാർത്ഥ അതുപോലെ തന്നെ മുടിയൊന്നും പിന്നിലേക്ക് ഒതുക്കി വെച്ചു. ആ അത് ശരിയാ, അവിടെ തുണിക്കണ്ട, എല്ലാവരും കാണും. നമുക്ക് വേറൊരു സെറ്റപ്പ് ഉണ്ടാക്കാം. ജീവൻ ഒറ്റക്കണ്ണിറക്കി ചിരിച്ചു. മണ്ട്, ഇവൻ കാര്യങ്ങളെല്ലാം എളുപ്പമാക്കി തന്നു. കൂട്ടുകാരുടെ അടുത്ത് കൊണ്ടുപോയി കുടിപ്പിച്ച താൻ വിചാരിച്ച പോലെ ചിലപ്പോൾ ബോധം കെടുത്തി കുടിപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല. ഒറ്റക്കാകുമ്പോൾ താൻ വിചാരിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കും. മേഘ അറിഞ്ഞ വിഷമിക്കല്ലേ? അപ്പൊ ഇന്ന് അവളുടെ കണ്ണീര് പൊട്ടിച്ചിട്ട് തന്നെ കാര്യം. ജീവൻ ഊറി ചിരിച്ചുകൊണ്ട് സിദ്ധാർത്ഥിനെയും കൊണ്ട് കയറ്റം വിട്ട് പുറത്തേക്ക് വന്നു. ആളിവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാം. എങ്ങോട്ട് കളിയാ? ഞാനും കൂടെ വരാം. സിദ്ധാർത്ഥിന് ഗേറ്റിന്റെ പുറത്ത് അനുസരിച്ച് പോകുന്ന ജീവനോട് സിദ്ധാർത്ഥ് പറഞ്ഞു. വേണ്ട അളിയും വേണ്ട, ഞാൻ പോയി കുപ്പിംഗ് ഗ്ലാസ് ഒക്കെ എടുത്തോണ്ട് വരാം. ആമാരി ഇനി അളിനെ കാണാൻ സംശയം തോന്നും. വെറുതെ എന്തിനാ? ആത്മാർത്ഥയുടെ നിറകുടം പോലെ ജീവൻ പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് നിറഞ്ഞു ചിരിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞില്ല, അപ്പോഴേക്കും ഒരു കുപ്പി മദ്യവും 2 ഗ്ലാസുകളും ഒരു ബോട്ടിൽ സോഡയുമായി ജീവൻ വന്നു. വാ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം, അവിടെ ആരും ഉണ്ടാവില്ല. മേഘയുടെ വീണ്ടും പിന്നിലെ പറമ്പിലേക്ക് ജീവൻ നടന്നു. പുറകെ സിദ്ധാർത്ഥും. കട്ട പിടിച്ചിരിട്ടായതിനാൽ ജീവൻ മൊബൈലിൽ ടോർച്ച് തെളിയിച്ചിട്ടുണ്ടായിരുന്നു. ആ പറമ്പിന്റെ ഉൾഭാഗത്തേക്ക് എത്തിയപ്പോൾ കല്യാണ വീട്ടിൽ നിന്നുള്ള വെളിച്ചം ചെറുതായി അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. പൊളിഞ്ഞ പഴയ ഒരു മോട്ടോർ ഷെഡാണെന്ന് തോന്നുന്നു. അവിടെ എത്തിയപ്പോൾ ജീവൻ തന്റെ കയ്യിലുള്ള സാധനങ്ങൾ അതിനുള്ളിലേക്ക് ഇറക്കി വെച്ചു. സിദ്ധാർത്ഥ അവൻ ചെയ്യുന്നതൊക്കെ നോക്കി തന്നെ മുണ്ടൊന്നും മടക്കി കുത്തി കയ്യും കെട്ടി അവിടെ തന്നെ നിന്നു.
ജീവൻ പറമ്പിൽ നിന്നൊരു തേക്കൽ പൊട്ടിച്ചുകൊണ്ട് വന്ന് മോട്ടോർ ഷെഡിന്റെ ഉൾഭാഗത്തിരിക്കാനുള്ള കുറച്ച് ഭാഗം വൃത്തിയാക്കിയിട്ടു. വാളിയ ഇരിക്കെ, ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൊപ്പി പൊട്ടിച്ച് 2 ഗ്ലാസ്സിൽ അല്പം മദ്യം പകർത്തി അതിൽ സോഡയും കൂടെ ചേർത്ത് ജീവൻ സിദ്ധാർത്ഥിനെ ക്ഷണിച്ചു. സിദ്ധാർത്ഥ അപ്പോഴും നിൽപ്പ് തന്നെയാണ്. സിദ്ധാർത്ഥിന് നിൽപ്പ് കണ്ടപ്പോൾ ജീവന് ചെറിയൊരു പന്തിയേട് തോന്നി. എന്നാൽ അവനത് പുറത്തേക്ക് കാണിച്ചില്ല. വാളിയ നേരത്തെ എത്ര വോൾട്ടേജിൽ ചിരിച്ചുകൊണ്ട് തന്നെ ജീവൻ സിദ്ധാർത്ഥിനെ വീണ്ടും വിളിച്ചു. വന്നിട്ട് എന്തിനാടാ? സിദ്ധാർത്ഥിന്റെ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ടപ്പോൾ ജീവ ഇരുന്നിരുന്ന് എഴുന്നേറ്റു. എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ജീവൻ പറയിക്കൊണ്ട് ചോദിച്ചു. അളിയനോ? ആരാള ചേട്ടെ നിന്റെ അളിയൻ? സിദ്ധാർത്ഥി ജീവനെ താടിക്കിട്ട് തട്ടുകൊടുത്തോണ്ട് ചോദിച്ചപ്പോൾ ജീവൻ പിന്നിലേക്കൊന്ന് മലർന്നു. ഡാ വെറുതെ ദേഹത്തോട്ട് കളിക്കല്ലേ, മേലൊന്ന് എന്റെ സ്വഭാവം മാറും, പറഞ്ഞില്ലാന്ന് വേണ്ട. തന്നെ താടിക്കിട്ട് തട്ടിയിട്ടേ ജീവനത്ര പിടിച്ചില്ല. ചൂണ്ടുവിരൽ ഉയർത്തി അവൻ സിദ്ധാർത്ഥ നേരെ നോക്കി ചീറി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.